കാരണം മമ്മൂക്ക ഒരു ദിവസം ഈവനിങ്ങിൽ എൻ്റെ റൂമിലേക്ക് കയറി വന്നു. എന്താണ് കുറേ പേപ്പറൊക്കെ ഉണ്ടല്ലോ എന്ന്. ഞാൻ മമ്മൂക്കാൻ്റെ അടുത്ത് ഈ കഥയുടെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. അത് പിന്നെ നിങ്ങളുടെ മറ്റവനെ വെച്ചിട്ടില്ല ചെയ്യുള്ളൂ. മറ്റൊന്ന് ഞാനും ലാലുമായിട്ട് അത്രയും ക്ലോസ് ആണ്. അങ്ങനെ ഞാൻ ഒരു സിനിമ ചെയ്യാം എന്നാലോചിച്ച സമയത്ത് ഒരു കഥ എഴുതി വയ്ക്കാം. അങ്ങനെ ഞാൻ ഈ കീർത്തിചക്രം എഴുതുകയാണ്. മോഹൻലാലിൻ്റെ അടുത്തേക്ക് തന്നെ പോവാണ്. പോയി കഥ പറയുന്നു, മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നു, ഡേറ്റും കിട്ടുന്നു. അങ്ങനെയാണ് ആ സിനിമ നടക്കുന്നത്. അല്ലാതെ മോഹൻലാലിന് വേണ്ടി എഴുതിയ കഥയല്ലായിരുന്നു. Sir, very recently, you were at the center of some public controversies regarding the movie Picket 43. സത്യാവസ്ഥ അയാൾ പറഞ്ഞിട്ടുള്ള ആ രണ്ടുപേരാണ്. കീർത്തിചക്രയിലും ഡയറക്ഷൻ ഉണ്ടായിരുന്നു. മിഷൻ 90 അവർ രണ്ടുപേർ തന്നെയാണ് ഡയറക്റ്റ് ചെയ്ത്. കർമ്മയോധിയും കാന്താറും എല്ലാം. പക്ഷെ നിങ്ങൾ അവരെ കണ്ടില്ല. അവരെൻ്റെ ലൊക്കേഷൻ വന്നിട്ട് അവർ ഷൂട്ട് ചെയ്തിട്ട് പോയതാണ്. പേര് മാത്രമേ എൻ്റെ വെച്ചിട്ടുള്ളൂ. മതിയല്ല. ഈ കർമ്മയോധ എന്ന് പറയുന്നത് അത് ബേസ്ഡ് ഓൺ ഞാൻ എഴുതിയിട്ടുള്ളത് ബേസ്ഡ് ഓൺ മാൻ ഓൺ ഫയർ എന്നുള്ള ഡെൻസിൽ വാഷിംഗ്ടന്റെ പടത്തിന്റെ കൺസെപ്റ്റാണ്. ഇവൻ കൊണ്ട് കൊടുത്തിരിക്കുന്ന ഈ ഫസ്റ്റ് റൈറ്റിംഗിന്റെയാണ്. ഈ 11 വർഷത്തിന്റെ കേസ് നടന്നതിൽ ഈ സംഭവം നടന്നിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് വിധി വന്നെന്നുള്ള എനിക്കും അറിയില്ല. എന്റെ വക്കീലൊരു ഊളയായിരുന്നു. അതുകൊണ്ട് ഉള്ള തുറന്നങ്ങ് പറയാം. കീർത്തിചക്ര പോലുള്ളൊരു കഥ പോലും പലരും ക്ലെയിം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ വിഡ്ഢിത്തരം. മിഷൻ 90 ഡേയ്സ് എങ്ങനെയാണ് അവർക്ക് എഴുതാൻ പറ്റുന്നത്? റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. തിരക്കഥ കട്ടില് വളരെ ഇത് പറയാൻ അവർക്കൊരു സുഖമാണ്. നിങ്ങൾ പട്ടാളക്കാരെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്നെ കുക്കെന്ന് വിളിക്കാം, അല്ലെങ്കിൽ വേറെ എന്ത് വിളിക്കാം. മോഹൻലാലിന് പല സാധനങ്ങളും അച്ചാർ ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അമ്മ കൊടുത്തയക്കുന്നത് സുച്ചിക്കും വളരെ ഇഷ്ടമാണ്. സുച്ചി ഡിമാൻഡ് ചെയ്യും അമ്മയുടെ അടുത്ത്. മോഹൻലാലിന് അഡ്വാൻസും കൊടുത്ത് ഫിക്സ് ചെയ്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അമ്മ മോഹൻലാൽ എനിക്ക് ഡേറ്റ് തന്നു, ഞാൻ ഡയറക്ടർ ആവാൻ പോകുന്നു. പിന്നെ 5-6 ദിവസം അമ്മയെ ഫോൺ ചെയ്തില്ല. അങ്ങനെ 6-ാം ദിവസം 19-ാം തീയതി രാത്രിയിൽ കോള് നാട്ടിൽ നിന്ന് വരികയാണ്. ഒരു 11 മണിക്ക് അമ്മ മരിച്ചു എന്നുള്ളത്. വെൽക്കം ടു ജാങ്കോ സ്പേസ്. ദിസ് ഇസ് മീ വർഷ വിജയൻ. ഇന്ന് നമ്മളൊപ്പം ഉള്ള അതിഥിയെക്കുറിച്ച് പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മുടെ മലയാളികളുടെ സ്വന്തം മേജർ രവി സാറാണ് നമ്മളൊപ്പം ഉള്ളത്. നമസ്കാരം സർ. നമസ്കാരം. ഹലോ സർ, ഹൗ ആർ യു? ഗുഡ്. ലുക്കിംഗ് സ്മാർട്ട് ആസ് യൂഷ്വൽ, റൈറ്റ്? സർ, ആക്ച്വലി എനിക്ക് സാറിനെ കാണുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഭയങ്കര സ്മാർട്ടാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ഭയങ്കര കംഫർട്ടബിളാണ് ഞാൻ സംസാരിക്കാൻ വേണ്ടിയിട്ട്. സാറിനെ കുറിച്ച് എനിക്ക് പറയുമ്പോൾ, അല്ലെങ്കിൽ സാറിനെ കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നത് കീർത്തിചക്ര സിനിമയെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ 2006 സാറിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ എന്ന് പറയുന്നത് കീർത്തിചക്ര മൂവിയിലൂടെയാണല്ലോ. അപ്പം അതുപോലൊരു സിനിമ എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും സാർ. അതുപോലെ ഒരു മിലിറ്ററി ബേസിലുള്ള ഒരു അടിപൊളി സിനിമ അതിന് മുമ്പും വന്നിട്ടില്ല, അതിന് പിമ്പും വന്നിട്ടില്ല സാർ. അത് സർ, ഹാറ്റ്സ് ഓഫ് ടു യു സാർ. ശരിക്കും അതെ. കാരണം ഇങ്ങനൊരു സിനിമ നമ്മുടെ ഇന്ത്യൻ സിനിമ തന്നെയാണ് ശരിക്കും. മിലിറ്ററിക്കാരുടെ ജീവിതം അത് ലൈക്ക് ഫ്രം ബാറ്റിൽ ഫീൽഡ് ടു ബിഗ് സ്ക്രീൻ അല്ലേ സർ? അപ്പോൾ അങ്ങനെ ഒരു സിനിമ കൊണ്ടുവന്ന സാറിനോട് നമുക്കുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര റെസ്പെക്റ്റാണ് സാർ. അങ്ങനെ ഒരു സിനിമ ഇനി വരുമെന്നും എനിക്ക് തോന്നുന്നില്ല സാർ. ആ സമയത്ത് അതിനൊരു പുതുമയുണ്ട്. കാരണം ആ സിനിമ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണത്. അതൊരു കഥയായിട്ട് എഴുതാൻ എൻ്റെ അടുത്ത് ക്ലൈമാക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്ലൈമാക്സിലാണ് ഞാൻ അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. ആ ഒരു 7 പേരെ കൊല്ലുന്നതും അവിടെ ആ വയസ്സായിട്ടുള്ള സ്ത്രീ കാണുന്നതും അതൊരു ഇൻസിഡൻ്റാണത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞാൻ പലയിടത്തും പല സമയത്തും ഇങ്ങനെയാണ് ആ കില്ലിങ് നടന്നത്, നമ്മൾ ആ 7 പേരെ കൊന്നതിൻ്റെ കാരണം ഇതാണ്, അവിടെ ചെന്നപ്പോൾ ഇത് നടന്നത്, ഇതിങ്ങനെ പലപ്പോഴും പറയുന്ന സമയത്ത് എനിക്ക് തോന്നി വൈ കാൻഡ് ഇറ്റ് ബി എ സ്റ്റോറി ലൈക്ക്. പക്ഷെ അപ്പം ക്ലൈമാക്സിൻ്റെ അടുത്തുണ്ട്, ഇനി തുടങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക എന്നുള്ളതാണ്. ആൻഡ് ഐ എം എ ഗുഡ് നരേറ്റർ. ഇപ്പം ഞാനൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ആ സിനിമയെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്താൽ കുട്ടിക്കാലത്ത് തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും, രവീന്ദ്രൻ കഥ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണണ്ടെന്ന്. അങ്ങനെ ഒരു നരേഷൻ പവർ ഉണ്ടായിരുന്നു. അത് ജന്മന നമുക്ക് കിട്ടുന്ന ഒരു ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ ഞാൻ ഒരു സിനിമ ചെയ്യാം എന്നാലോചിച്ച സമയത്ത് ചെയ്യാമെന്ന് ആലോചിച്ചിട്ടില്ല, ഒരു കഥ എഴുതി വയ്ക്കാം. അങ്ങനെ ഞാൻ ഈ കീർത്തിചക്രം എഴുതുകയാണ്. അത് 2006 പടം നടന്നെങ്കിലും 2002 ഞാൻ ഈ പടം പട്ടാളം സിനിമ നടക്കുന്ന സമയത്ത് ലാൽ ജോസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ലൊക്കേഷനിലുണ്ടായിരുന്നു. അപ്പം മറയൂരിൽ മമ്മൂക്കയുടെ സെയിം ഹോട്ടലിൽ തന്നെ ഞങ്ങൾ 2 പേര് മാത്രമേ അതിനകത്തുണ്ടായിരുന്നു. അപ്പം ഞാനും എൻ്റെ അസിസ്റ്റൻറ്റും കൂടി ഇരുന്നിട്ട് കഥ എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ കഥ എഴുതുമ്പം തന്നെത്താൻ ഇരുന്ന് എഴുതുന്നതിനൊക്കെ ഞാൻ ആരെങ്കിലും
ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അവർ ഫാസ്റ്റായിട്ട് എഴുതിക്കൊണ്ടിരിക്കും. ഓക്കെ. ഇന്നിപ്പോൾ റെക്കോർഡിംഗ് ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. അന്ന് മൊബൈലൊന്നും ഇല്ല. അപ്പം എൻ്റെ രാജേഷ് അമനക്കര എന്ന് പറഞ്ഞ് 2-3 പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പം രാജേഷ് എൻ്റെ കൂടെ വന്നിട്ട് റൂമിലുണ്ട്. അപ്പം ഞാനിങ്ങനെ പറയുന്നു, രാജേഷ് ഫാസ്റ്റായിട്ട് എഴുതും. അവനങ്ങനെ എഴുതി കൊണ്ടുപോയി. അപ്പം അതിങ്ങനെ അട്ടിക്ക് കിടപ്പുണ്ട് അവിടെ. കാരണം മമ്മൂക്ക ഒരു ഈവനിങ്ങിൽ എൻ്റെ റൂമിലേക്ക് കയറി വന്നു. അത് ശരി. കയറി വന്നിട്ട് ചോദിച്ച്, എന്താണ് കുറേ പേപ്പറൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചു. ഞാൻ നമുക്ക് ചെറിയൊരു കഥ എഴുതുന്നത്. എന്ത് കഥയാണെന്ന് വെച്ചു. ഒരു പട്ടാളത്തിൻ്റെ എന്താണെന്ന്. അപ്പം ഞാൻ മമ്മൂക്കാൻ്റെ അടുത്ത് ഈ കഥയുടെ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരു 10 മിനിറ്റിൽ കമാൻഡോ സബ്ജക്റ്റ്. അപ്പോൾ ആ പറയുന്ന സമയത്ത് ഇതിൻ്റെ തുടക്കത്തിൽ ഉള്ളതൊന്നുമില്ല, ഇങ്ങനൊരു സംഭവം നടന്നു പോകുന്നു, അതിന് അവസാനം ഇതാണ് സംഭവം നടന്നത്. അപ്പം മമ്മൂക്ക വെറും വാക്കോ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നമുക്കെന്ന് പറഞ്ഞ് അത് പിന്നെ നിങ്ങൾ നിങ്ങളുടെ മറ്റവനെ വെച്ചിട്ടില്ല ചെയ്യുള്ളൂ. മറ്റൊന്ന് ഞാനും ലാലുമായിട്ട് അത്രയും ക്ലോസ് ആണ്. നമ്മൾ ഈ മമ്മൂക്കാനെ കാണുന്ന ആ ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ വല്ലാതെ പോയിട്ട് ക്ലോസ് ആയിട്ട് കോമഡി പറയാനൊന്നും പോവില്ല. അത് മമ്മൂക്കും പ്രശ്നമാണ്. കാരണം മമ്മൂക്കി ആലോചിക്കും ഇവന്മാർ എന്തെൻ്റെ അടുത്തൊന്നും കോമഡി പറയാത്തതെന്ന്. നമ്മുടെ പ്രശ്നം ഏജിൻ്റെ ഡിഫറൻസും ആ റെസ്പെക്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ മമ്മൂക്കനോട്, മമ്മൂക്ക നിങ്ങളും മോഹൻലാലൊക്കെ എനിക്ക് ഡേറ്റ് തരാം, ഇതാണ് ഞാൻ ചോദിച്ചത്. ഒന്നും പറഞ്ഞില്ല, പോയി. പക്ഷെ പിന്നീട് അത് 4 വർഷം കഴിഞ്ഞൊരു കഥയായി, സിനിമയായി, പുതിയ ആൾക്കാരെ വെച്ച് നോക്കി, ഒന്നും നടന്നില്ല. അവസാനം മോഹൻലാലിൻ്റെ അടുത്തേക്ക് തന്നെ പോവാണ്. പോയി കഥ പറയുന്നു, മോഹൻലാലിന് ഇഷ്ടപ്പെടുന്നു, ഡേറ്റും കിട്ടുന്നു. അങ്ങനെയാണ് ആ സിനിമ നടക്കുന്നത്. അല്ലാതെ മോഹൻലാലിന് വേണ്ടി എഴുതിയ കഥയല്ലായിരുന്നു അത്. പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പലരിലും ഉണ്ടാവുമായിരിക്കും. കാരണം അന്ന് ഞാൻ ഇപ്പോഴും അതെ, ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ മിസ്യൂസ് ചെയ്യാറില്ല. എൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഡോണ്ട് ഡു ഇറ്റ് ഫോർ മീ. അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. നിങ്ങൾക്കത് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പുകളല്ലേ. ഞാനത് ചെയ്തിട്ട് പിന്നീട് അതിൻ്റെ മുകളിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ആദ്യമേ അങ്ങ് പറയുന്നതാണ്. അത് ലാലും ഞാനുമായിട്ട് അങ്ങനെ തന്നെയാണ്. ലാലിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയുണ്ട്. ഇപ്പം ഈ ഒരു വിവാദം നടക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 30 ലക്ഷം രൂപ എന്നെ കൊണ്ട് കെട്ടിവെക്കാൻ പറഞ്ഞ കഥ, കർമ്മയോധ. ഈ കർമ്മയോധ എന്ന് പറയുന്നത് അത് ബേസ്ഡ് ഓൺ, ഞാൻ എഴുതിയിട്ടുള്ളത് ബേസ്ഡ് ഓൺ മാൻ ഓൺ ഫയർ എന്നുള്ള ഡെൻസിൽ വാഷിങ്ടന്റെ പടത്തിന്റെ കൺസെപ്റ്റാണ് അതിൽ. അതൊരു കോൺട്രവേഴ്സി ആയല്ലേ സാർ ഇടയ്ക്ക്? കോൺട്രവേഴ്സി അല്ല, അത് ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഞാനിങ്ങനെ പറഞ്ഞ ഒരുത്തനെ ഏതോ ഒരുത്തൻ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഇവനൊന്ന് അസിസ്റ്റന്റ് ആയിക്കോന്ന് പറഞ്ഞ് ഇരുത്തിയിട്ട് ഇവൻ എഴുതിയിട്ടുള്ള അതിൻ്റെ അത് ആദ്യത്തെ ഫസ്റ്റ് റൈറ്റിംഗ് ആണ്. ഈ ഫസ്റ്റ് റൈറ്റിങ്ങിന് ഇവൻ ഡെയിലി ഫോട്ടോ കോപ്പി എടുക്കുമായിരുന്നു. അത് ശരി. എന്നിട്ട് ഞാൻ 1 മാസം കഴിഞ്ഞ് ഇവനെ പുറത്താക്കി, നീ വെക്കുമെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ 10 പ്രാവശ്യം കഥ മാറ്റിയിട്ടുണ്ട്. ഇവൻ കൊണ്ട് കൊടുത്തിരിക്കുന്ന ഈ ഫസ്റ്റ് റൈറ്റിങ്ങിൻ്റെയാണ്. അത് കോടതി സിനിമയും ഇതും കൂടെ ഇരുന്ന് നോക്കണം. അതുണ്ടായിട്ടില്ല. ഈ 11 വർഷത്തിന്റെ കേസ് നടന്നതിൽ ഈ സംഭവം നടന്നിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് വിധി വന്നെന്നുള്ള എനിക്കും അറിയില്ല. എൻ്റെ വക്കീലൊരു കൂടെയായിരുന്നു, അതുകൊണ്ട് ഉള്ള തുറന്നങ്ങ് പറയാം. അയാൾക്ക് ഒരൊറ്റ വാദം മതി, ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചത്, വൈ ആർ യു ഗിവിംഗ് ദ വെർഡിക്ട് വിത്തൗട്ട് സീയിങ് ദ ഫിലിം ആൻഡ് കമ്പയറിംഗ് ദ സ്ക്രിപ്റ്റ് എന്നുള്ളത് ചോദിച്ചിട്ടില്ല. അപ്പോൾ കോടതി എങ്ങനെയാണ് വിധി എന്നുള്ളത് എനിക്കറിയാം. വിധി വന്ന് ഞങ്ങൾ സ്റ്റേക്ക് പോയി സ്റ്റേയും കിട്ടി. കോടതി പറഞ്ഞത് അത് ശരിയാണ് ഇവർ പറയുന്നത്. പടം ഇപ്പം നിങ്ങളുടെ ഇതാണ് കഥ, ഇതാണ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വായിച്ചിട്ട് നോക്കിയിട്ട് അതേ സിനിമയാണെന്ന് നോക്കണം. പിന്നെ കോപ്പിറൈറ്റ് എന്ന് പറയുന്നതിൻ്റെ ലക്കൂന നിയമം എനിക്കറിയാം. കോപ്പിറൈറ്റിനകത്ത് ഇത്ര പെർസെൻറ്റേജിനകത്ത് ഇന്ന സീനിൽ ഒരേ സാധനം എഴുതിയിട്ടുണ്ടെങ്കിലും ആ സീന് നിങ്ങൾ വലത്തുനിന്ന് വരുന്നു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഇടത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റിൽ വയലേഷൻ ഇല്ല. അപ്പം അത് മാറി. അപ്പം ഇതൊന്നും അറിയാത്തവരാണ് ഈ കോടതിയിൽ കൊണ്ട് കേസ് കൊടുത്തതും. അതിപ്പം എന്നിട്ടിപ്പം എന്താണ്, എനിക്ക് ശത്രുക്കൾ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധാരണ മിഡിൽ ക്ലാസ് മാൻ പട്ടാളത്തിൽ ഒരു സിപ്പായിയായി കയറി ചെന്നിട്ട് ഈ ലെവലിലൊക്കെ എത്തി. സർ, ഞാൻ ഇൻട്രപ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കരുത്, ഒരു ചോദ്യം ചോദിക്കട്ടെ സാർ. സാർ ആക്ച്വലി സാർ ഒരുപാട് ഇൻ്റർവ്യൂസിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് പറഞ്ഞു വന്നതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കുന്നത്. സാർ 9ാം ക്ലാസ്സിൽ തോറ്റു എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്ന് ഒരു ഭയങ്കര ഒരു കുത്തനെ ഒരു ഉയർച്ചയായിരുന്നു സാർ, ഇന്ത്യൻ ആർമി ഓഫീസർ എന്നുള്ള ഒരു പദവി കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ ജാതകത്തിൽ വല്ല ഗജകേസരി യോഗം വല്ല ഉണ്ടായിരുന്നോ സാറേ? അല്ല, ജാതകത്തിനകത്ത് എനിക്കിന്നും അറിയാം. എൻ്റെ അച്ഛന് കൈ നോക്കാനറിയാം, ജാതകം പഠിക്കാനറിയാം. അച്ഛനൊരു പഴയ ESSLC ആയിരുന്നു, സെക്കൻഡ് വേൾഡ് വാർ സോൾജറുമായിരുന്നു. അദ്ദേഹം തന്നെത്താൻ ഇംഗ്ലീഷ് ബുക്കുകളും കൈരേഖ ശാസ്ത്രങ്ങളൊക്കെ പഠിക്കുന്നത് മൂപ്പരുടെ അടുത്ത് ഉണ്ടാകുന്നതൊക്കെയാണ്. മൂപ്പരുടെ വായിച്ചതെല്ലാം പഠിച്ച് നമ്മുടെയൊക്കെ കൈ നോക്കി കൃത്യമായിട്ട് പറയും. അങ്ങനെ അദ്ദേഹം ആലൂര് പണിക്കരെന്ന് പറയും, ഒരു പണിക്കരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ, വളരെ ഫേമസ് ആണ്. അദ്ദേഹമായിട്ട് നല്ല ബന്ധമായിരുന്നു. ഇവർ തമ്മിൽ വെറുതെ ജോത്സ്യം പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും.
ആ കാലത്ത്. അങ്ങനെ അന്ന് ഈ ആലൂർ പണിക്കർ അദ്ദേഹത്തിൻ്റെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ജാതകം കുട്ടിക്കാലത്തുണ്ട്, നേരെ ഇത് പഠിക്കുന്നില്ല, നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെറുതെ തല്ലിയിട്ടൊന്നും കാര്യമില്ല. അപ്പം അച്ഛൻ പിന്നെ ഒരു കാലം കഴിയുന്നു, 6 വയസ്സ് 6-ആം ക്ലാസ് കഴിച്ചു, 7 പിന്നെയും ജാതകം കൊണ്ടുപോയത്. കൊണ്ടുപോയപ്പോൾ പണിക്കർ പറഞ്ഞു, ഇത് കരസേനയിലാണ് യോഗം എന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ പറഞ്ഞു, കരസേനയേക്കാൾ വലിയ ഓഫീസേഴ്സ് കിടക്കുന്ന നേവിയിൽ അമ്മയുടെ സൈഡിൽ നിന്നാണ്, അപ്പം അവന് നേവിയിൽ പോകാനായിരിക്കും യോഗം എന്നാണ്. അല്ലല്ല, അത് കരസേനയിലേ പോവുള്ളൂ ഇത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് 9 തോറ്റു. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ പഠിപ്പിച്ച് നിങ്ങൾ അതിനെ പറ്റി തല്ലിയിട്ടൊന്നും കാര്യം, ജോൾസിന്റെ പ്രവചനം ശരിയായിരുന്നു. 9 തോറ്റു, 10 തോറ്റു. എന്നിട്ട് പറഞ്ഞു കരസേന എന്ന് പറഞ്ഞു. 10 തോറ്റു കഴിഞ്ഞിട്ട് 1 വർഷത്തിനകത്ത് ഞാൻ കരസേനയിൽ കയറി. അപ്പം അച്ഛൻ ഈ ജാതകം കൊണ്ടുപോയി പറഞ്ഞു, നിങ്ങൾ വിചാരിക്കാത്ത ഉയരങ്ങളിലേക്ക് ഈ മനുഷ്യൻ കയറിപ്പോകും കേട്ടോ എന്ന്. അങ്ങനെയാണ് 3 വർഷത്തിനകത്ത് ഞാൻ ഓഫീസറാവാണ്. ആരാ? ഈ തോറ്റിട്ടുള്ള വ്യക്തി. ഈ 3 വർഷം കൊണ്ട് ഇതൊക്കെ പഠിച്ചെടുത്തു. നമ്മൾ സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് നമ്മൾ ഓഫീസറാവും. അപ്പം കൊണ്ടുപോയപ്പം പണിക്ക് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കണ്ട, അത് ഇങ്ങനെ പൊയ്ക്കോളും, അത് അവിടെ വലിയ ലെവലിൽ എത്തും എന്ന് പറഞ്ഞു. പറഞ്ഞ പോലെ നമ്മൾ രാഷ്ട്രപതിയിൽ നടക്കും ഗാലറി മെഡലും വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പട്ടണം വിടാനുള്ള പരിപാടി തുടങ്ങിയപ്പം ഒരു 4 വർഷം മുന്നേ അച്ഛൻ ജാതകം നോക്കിയപ്പോൾ പറഞ്ഞു, 1998 ജൂൺ മാസത്തിന് മുമ്പ് ഭ്രാന്ത് അഭിനയിച്ചിട്ടാണെങ്കിലും പട്ടാളം വിടും എന്ന്. അപ്പം അച്ഛൻ പറഞ്ഞു, അതെന്താണെന്ന് വെച്ചാൽ അല്ല, അത് കാണുന്നുണ്ട്, അതെന്തെങ്കിലും കാട്ടിക്കൂട്ടി പുറത്തേക്ക് ഇറങ്ങുന്നു. അച്ഛന് വിശ്വാസമില്ല, കാരണം ഞാൻ മേജറാവുന്നു, അതൊക്കെ ആവുന്നു. എൻ്റെ ഉള്ളിൽ ഇതിൻ്റെ ഞാൻ കളിച്ചോണ്ടിരിക്കുകയാണ്, വീട്ടിൽ പറഞ്ഞിട്ടില്ല. അപ്പം അച്ഛനിതെല്ലാം ഓക്കെയാണ്. അമ്മ പാവത്തിനൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ഞാനിതെല്ലാം പരിപാടി ചെയ്ത് ആപ്ലിക്കേഷൻ കൊടുത്തിട്ട് അത് പല സംഭവങ്ങളുമായിട്ട് അങ്ങ് മാറി. ഒരു കാരണം വന്ന് അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്ത് ഞാൻ എൻ്റെ റിലീസ് ഓർഡർ വരികയാണ്. ഈ റിലീസ് ഓർഡർ വരുന്നത് 98 ജനുവരി 14-ാം തീയതിയാണ്. 14-ാം തീയതി സൈൻ ചെയ്തിട്ടുള്ളത്, 15-ാം തീയതി നമുക്ക് കിട്ടുന്നു. അപ്പം 3 മാസം, ഈ 14-ാം തീയതി തൊട്ട് 3 മാസത്തിനകത്ത് യു ക്യാൻ റിലീഫ് എന്താണ്. നാളെ വേണമെങ്കിൽ നാളെ വിടാം, 90 ദിവസം കഴിഞ്ഞ് അന്ന് വേണമെങ്കിലും പോവാം. അപ്പം ഞാൻ അമ്മയെ വിളിച്ചു. അമ്മയെ വിളിച്ചപ്പോഴാണ് അമ്മ നെഞ്ചത്തൊരടി അടിച്ചിട്ട്, എന്നാലും എൻ്റെ ഈ കുട്ടി കടുങ്കൈ ചെയ്തല്ലോ എന്ന്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ഗവൺമെൻറ് ജോലി, സുരക്ഷിതമായിട്ടിരിക്കുന്നൊരു ജോലി, ഇതിവൻ റിസൈൻ ചെയ്തിട്ട് ഇനി എന്ത് ചെയ്യും ഈ കുട്ടി എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതി. അച്ഛൻ എന്നാലും വേണമായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴും അച്ഛൻ്റെ മനസ്സിലറിയാം ഇത് പണിക്ക് പറഞ്ഞിട്ട് ഭ്രാന്ത കഴിഞ്ഞിട്ട് പോകുന്നത്. ജൂൺ മാസത്തിന് പകരം ഏപ്രിൽ നമ്മൾ പുറത്തായി. പിന്നെ നാട്ടിൽ വന്ന് അമ്മ കുറച്ച് ഞാൻ പറഞ്ഞു, പേടിക്കണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഞാൻ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്നാലും എൻ്റെ കുട്ടി അത് വേണ്ടായിരുന്നു, കാരണം ഇടയ്ക്കിടയ്ക്കാണ്. അങ്ങനെ ഞങ്ങൾ മദ്രാസ് സെറ്റിലായി. അങ്ങനെ ഇടയ്ക്ക് വരുന്നു പോകുന്നു, മോഹൻലാലായിട്ടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം അമ്മയും അതിനകത്തൊരു പാർട്ടാവുന്നു. മോഹൻലാലിന് പല സാധനങ്ങളും അച്ചാർ അത് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അമ്മ കൊടുത്തയക്കുന്നത് സുച്ചിക്കും വളരെ ഇഷ്ടമാണ്. സുച്ചി ഡിമാൻഡ് ചെയ്യും അമ്മയുടെ അടുത്ത്, അമ്മ എനിക്കിതൊന്ന് കൊടുത്തയക്കണം കേട്ടോ. അങ്ങനെയുള്ളൊരു ബന്ധമായി നല്ല ബന്ധത്തിൽ പോകുന്ന സമയത്ത് മാർച്ച് 11-ാം തീയതിയാണ് ഞാൻ അവസാനമായിട്ട് അമ്മയെ കാണുന്നത്, 2005. അന്ന് ഞാൻ പോയിട്ട് മോഹൻലാലിന് അഡ്വാൻസും കൊടുത്ത് ഫിക്സ് ചെയ്ത് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അമ്മ മോഹൻലാൽ എനിക്ക് ഡേറ്റ് വന്ന് ഞാൻ ഡയറക്ടറാവാൻ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അഡ്വാൻസും കൊടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് പോയതാണ് ഞാൻ. പിന്നെ 5-6 ദിവസം അമ്മയെ ഫോൺ ചെയ്തില്ല. അങ്ങനെ 6-ാം ദിവസം 19-ാം തീയതി രാത്രിയിൽ കോള് നാട്ടിൽ നിന്ന് വരികയാണ്, ഒരു 11 മണിക്ക്, അമ്മ മരിച്ചു എന്ന് പറഞ്ഞു. അപ്പം അമ്മയ്ക്ക് ഇതൊന്നും കാണാനുള്ള യോഗം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഈ സക്സസ് വരുന്നതും, ഒരു സക്സസ് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് പറയാം 3 വർഷത്തിനകത്ത് ഇയാൾ 10-ാം ക്ലാസ്സും പാസ്സായി, പ്രീ ഡിഗ്രിയും പാസ്. ഇത് പട്ടാളത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യാന്ന്. നമ്മുടെ ഉറങ്ങേണ്ട സമയത്താണ് നമ്മളിരുന്ന് പഠിക്കുന്നത്, അല്ലാതെ നമ്മൾ പട്ടാളത്തിൻ്റെ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ദാറ്റ് ഈസ് എ ഹാർഡ് വർക്ക്. ബട്ട് അന്ന് എനിക്കത് ഹാർഡ് വർക്കായിട്ട് തോന്നിയിട്ടില്ല. കാരണം യു ആർ ഗോയിങ് ടുവേഴ്സ് എ ടാർഗറ്റ്. ആ ടാർഗറ്റിൽ പോകുന്ന സമയത്ത് ശാരീരികമായിട്ടുള്ള പ്രശ്നം കാണും, മാനസികമായിട്ട് കാണും. ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ തള്ളി മാറ്റുമ്പോഴാണ് യു ബിക്കം ടഫ് ആൻഡ് ഗോയിങ് ടുവേഴ്സ് എ ടാർഗറ്റ്. അതാണ് എൻ്റെ ടാർഗറ്റ്. എന്തായിരുന്നു? ഓഫീസർ ആവണം. അപ്പം അതിനെ പഠിക്കണം. രാത്രി 2 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ച് എത്രയോ വർഷങ്ങളോളം, 2 വർഷത്തിലൊക്കെ
നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെയാണ് ഉറങ്ങാൻ കിട്ടുന്നത് രാത്രി. പക്ഷെ അന്ന് ഇന്നത്തേത് കേൾക്കുന്ന കുട്ടികളെ മനസ്സിലാക്കണം, നിങ്ങളുടെ പ്രായം എന്ന് പറയുന്നത് ഈ 17, 18, 19, 20 എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന ബോഡിയാണ്. ഈ സമയത്ത് നിങ്ങൾ എങ്ങനെ ഇതിനെ മോൾഡ് ചെയ്യുന്നു അതുപോലെ ഇരിക്കും നിങ്ങളുടെ ശരീരം പിന്നീട് പോകുന്നത്. ഇത് ആ സമയത്ത് കിടന്നുറങ്ങി സൂര്യൻ ഉദിക്കുന്ന ഒരിക്കലും കാണില്ല. പിന്നെ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. സാറേ പട്ടാളക്കാരൊക്കെ ഭയങ്കര ഫിറ്റ്നസ് ഉള്ളവരൊക്കെ ആണല്ലോ. ഇത് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 എണ്ണം അടിച്ചിട്ടാണ് സാറേ ഫിറ്റ്നസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇനി അതിലും പറയാം, ഈ 2 എണ്ണം അടിക്കുക എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ടാർഗറ്റ് ഞാൻ കുട്ടികളോട് പറയും, നിങ്ങളുടെ ടാർഗറ്റ് അത് കോൺസെൻട്രേഷൻ വേണം. ഇപ്പം എൻ്റെ ടാർഗറ്റായിരുന്നു ഓഫീസറാവാണല്ലോ. ഈ സമയത്ത് നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന സമയങ്ങൾ ഒക്കെ ലിമിറ്റുണ്ട്. പട്ടാളത്തിൻ്റെ പണി കഴിഞ്ഞു, ഈവനിങ് 7 മണിക്ക് റോൾ കാൾ കഴിഞ്ഞു. റോൾ കാൾ കഴിഞ്ഞാൽ പിന്നീട് 9 മണി വരെയുള്ള സമയം ഡിന്നറിനുള്ളതാണ്. അതിൽ 2 പെഗടിക്കലും ഡിന്നറും ഇതെല്ലാം കൂടെ കിച്ചൻ്റെ അവിടെ കാണും. ഞാൻ നോക്കുന്ന സമയത്ത് ഈ 2 മണിക്കൂർ ബാരക്കിൽ ആരും ഉണ്ടാവില്ല, ശാന്തതയായിരിക്കും. ഈ സമയത്തിരുന്ന് പഠിക്കാറുണ്ട്. അപ്പം എന്തായി, കള്ളുടിക്കാൻ ഞാൻ പോവില്ല. അങ്ങനെ കള്ളുടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കള്ളു കുടിച്ചിട്ട് വല്ലവരും വന്ന് സംസാരിക്കുമ്പോൾ ഇതിൻ്റെ ഈ ഒരു വൃത്തികെട്ടൊരു മണമുണ്ട്. അത് നമുക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് മുമ്പിൽ വന്നിട്ട് ഈ കള്ളും കുടിച്ചിട്ട് ബ്ലാ 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 എന്ന് പറയുന്നത് പറഞ്ഞാൽ അപ്പടിക്കാൻ തോന്നും. കാരണം അത് നമുക്ക് ശരിയല്ല. നിങ്ങൾ കുടിച്ചാൽ നിങ്ങളുടെ വയറ്റിൽ കിടക്കണത്. ഇതെന്താ നാട്ടിൽ വന്ന് നാട്ടുകാരെ തെറി വിളിക്കാതെ അടി ചിലർ വാങ്ങിക്കുന്ന കാണുന്നുണ്ട്. അപ്പം ഞാൻ പറയും കൊള്ളേണ്ടതാണ് അവന്. നിന്റെ വയറ്റിൽ കിടക്കാത്ത സാധനമാണ് നീ അത് പുറത്തു കൊണ്ടുവന്നിട്ട് കഴിഞ്ഞാൽ പുറത്തുള്ളവന് അത് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ എന്ത് പറ്റി, കള്ളു കുടിക്കാൻ എനിക്ക് തോന്നിയിട്ടില്ല, കുടിച്ചിട്ടുമില്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഐ ഡോണ്ട് നോ ദ ടേസ്റ്റ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അതിലൊന്നും ഒന്നും ഇല്ല എന്നുള്ളത് മനസ്സിലായി. കാരണം അത് കുടിച്ചിട്ട് എവിടെയെങ്കിലും ബോധം കെട്ട് കിടക്കുന്ന കുറെ ആൾക്കാരെ കാണാം, അവിടെ തല്ലൂടുന്ന് കാണാൻ ചെല്ലണം. ആരോഗ്യത്തിനും ഹാനികരം. പ്ലസ് ഈ സമയത്ത് ഇംഗ്ലീഷ് പറയുന്നവരുണ്ട്. 2 പെഗ്ഗം ചെന്ന് കഴിഞ്ഞാൽ ഇവൻ്റെ ഇംഗ്ലീഷ് കേൾക്കണം. അത് കേൾക്കുമ്പോൾ തന്നെ ഗ്രാമറൊക്കെ തെറ്റായിട്ടുള്ള ഗ്രാമർ. ഇതും കേൾക്കുമ്പോൾ അതിനും ഇറിറ്റേഷൻ. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ പിന്നീട് ഓഫീസറായി കഴിഞ്ഞതിനൊക്കെ ശേഷം എനിക്കിഷ്ടമുള്ളതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ അവിടെ ആരും അസൂയപ്പെടില്ല, അവർ അപ്രീഷിയേറ്റ് ചെയ്യും. 1-2 ആൾക്കാർക്ക് ഉണ്ടായിരിക്കും അവർ ട്രൈ ചെയ്ത് കിട്ടാത്തത് നേരെ മറിച്ച് പട്ടാളത്തിൽ ഇപ്പം നമ്മളൊരു ഓപ്പറേഷൻ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ 2 പേരെ കൊന്നിട്ട് വന്ന് നമുക്കൊന്നും പറ്റില്ലെന്ന് പറയുന്ന സമയത്ത് അവന്മാരൊരു സന്തോഷം കാണും. ഗുഡ് യാ, കൺഗ്രാജുലേഷൻ, താങ്ക് ഗോഡ് യു ആർ അലൈവ് എന്ന് പറയും. ഇവിടെ പുറത്ത് അങ്ങനെയല്ല. ഈ പന്നി ഇത് ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇവൻ എന്തുകൊണ്ട് ഫെയിൽ ആവുന്നില്ല. അപ്പം അവനെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിപ്പം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലും പലതും കേൾക്കുന്നതൊക്കെയാണ്. പക്ഷെ ഞാനിപ്പോൾ അതൊന്നും ആദ്യമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം പട്ടാളത്തിൽ ഒന്നാമത്തത്, നിങ്ങൾക്ക് പട്ടാളത്തിനെ കുറിച്ച് അറിയില്ലെങ്കിൽ, അതിൻ്റെ ഹൈറാർക്കിയെക്കുറിച്ച് അറിയില്ലെങ്കിൽ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഫേസ് ഇല്ലാത്ത ഫേസ്ബുക്കിനകത്തും എന്ന് പറഞ്ഞാൽ ഇതിലൊന്നും ഫേസ് ഇല്ല, പുസ്തകം അതിനകത്ത് എല്ലാവരുടെയും പേര് ഫേക്കാണ്. ചിലപ്പോൾ മുസ്ലിം പേരിട്ടിട്ടായിരിക്കും എന്നെ തെറി വിളിക്കുന്നത്. അപ്പം തന്നെ മുസ്ലിംസിന് എന്നോട് വെറുപ്പാണെന്ന് കാണിക്കാൻ വേണ്ടി കമ്മി കൂട്ടമെന്നും പറഞ്ഞ ചില കൂട്ടങ്ങളൊക്കെ എനിക്ക് തരും. ഇതൊക്കെ വെച്ചാൽ മാനസികമായിട്ട് വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ കണ്ടു. ഒന്നാമത് ഞാനിത് നോക്കാറില്ല. എനിക്ക് പറയാതെ പറഞ്ഞാൽ ഞാനങ്ങ് പോകും. പിന്നെ ബാക്കിയുള്ളവന്മാർ അപ്പുറത്ത് നിന്ന് കുറയ്ക്കുകയാണെങ്കിൽ നീ കുറച്ചുകൊണ്ടിരുന്നോ. ആദ്യം എൻ്റെ അഡ്മിൻ വിളിക്കും, അങ്ങളെ ഇത് ഒരു തെറി വിളിക്കുന്നത്. ഞാൻ നീ എന്തിനാണ് ഇത് വായിക്കാൻ പോകുന്നത്, ഞാൻ പറഞ്ഞിട്ട് പോയി, നീ ഉണ്ടായിരിക്കുന്നത്. അവസാനം ഇപ്പം ഷീ ആൾസോ ഡസൻറ്റ്. ബഹുജനം പലവിധം ആണ്, അതിനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. സോ ലൈഫ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ പട്ടാളക്കാരൻ ആയി ഒരു ഓഫീസറായിട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഈസി ആയിട്ട് പറയാം. പക്ഷേ ഒരു SSP ഫേസ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ അവിടുന്ന് SSP ഫേസ് ചെയ്ത് ക്ലിയർ ചെയ്യുന്നവരോട് ചോദിക്കാം. ഇപ്പോഴത്തെ സിസ്റ്റം വേറെയാണ്, ഓരോരോ ലൈനിൽ തട്ടിക്കളയും. ഞങ്ങളുടെ അന്ന് SSP എന്ന് പറയുന്നത് 5 ദിവസമാണ്. ഒരു പ്രാവശ്യം അതിനകത്തോടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഈ 5 ദിവസം യു ആർ ബീൻ ഒബ്സർവ്ഡ്. നിങ്ങൾ എവറി ടൈം നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പുറത്തു പോകുന്ന സമയത്ത് എല്ലാ സമയത്തും സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. നമ്മുടെ ഒറിജിനൽ സ്വഭാവം കണ്ടുപിടിക്കും അവർ. നിങ്ങൾ എത്ര നുണ പറഞ്ഞാലും അവർ പിടിച്ചിരിക്കും 5-6 ദിവസം. പിന്നെ SSP ഈസ് സംതിങ് ലൈക്ക് യു ഹാവ് ബീൻ എക്സ്റേഡ്. എക്സ്റേ MRI അടക്കം ചെയ്യും. ഫുൾ സ്കാനിങ് ആണ്. അടി മുതൽ മുടി വരെയുള്ള
ക്യാരക്ടർ നിങ്ങളെ മനസ്സിലാക്കിയിരിക്കും. സാർ യഥാർത്ഥ ജീവിതത്തിലും സാറ് ഈ മിലിറ്ററിയിലെ കുറച്ച് ശീലങ്ങളുണ്ടല്ലോ, ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, പിന്നെ അതേപോലെ എല്ലാം ഒരു ഭയങ്കര ഇൻസ്പെക്ട് ചെയ്ത് ചെയ്യുന്ന ഒരാളായിരിക്കുമല്ലോ, മിലിറ്ററി ഓഫീസേഴ്സ് അങ്ങനെ തന്നെയാണല്ലോ. ശരിക്കും വീട്ടിലും അങ്ങനെ തന്നെയാണോ സാറേ? വീട്ടിലെന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടമുള്ളത് കണ്ടാൽ ഞാൻ സൈലൻ്റ് ആവും, അല്ലാതെ ഞാൻ വയലൻ്റ് ആവില്ല. അത് ശരി. എനിക്കിഷ്ടമില്ലാതെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറയും ഇതിപ്പോൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ആർഗ്യുമെൻ്റ് വരും. അതിൽ നല്ല എന്താണ് നമ്മളെന്നെ അത് മാറ്റി അങ്ങ് എടുത്ത് വെച്ച് അങ്ങ് പോവാം. അനുര ചേച്ചി പറയാറുണ്ടോ ഇങ്ങനെ മിലിറ്ററിയിലെ പട്ടാളച്ചിട്ട ഒന്ന് വീട്ടിലോട്ട്? ഇല്ല, അവളുടെ അച്ഛനും എയർഫോഴ്സ് ആയിരുന്നു. ഷീസ് ബീൻ ബ്രോട്ട് അപ്പ് ലൈക്ക് ദാറ്റ്. ആൻഡ് മൈ സൺ ഈസ് ഓൾസോ ഡിസിപ്ലിൻ, വെരി വെൽ ഡിസിപ്ലിൻഡ് ഗായ്. അവൻ വീട്ടിലെ ആളേക്കാൾ നല്ലത് നാട്ടുകാർക്കാണ്. നാട്ടുകാരെല്ലാവരും പറയും ഓ അർജുൻ എന്ത് വളരെ വെൽ മാനേഡ് അതൊക്കെ. ഞാൻ പറയും എന്ത് അകത്തുള്ള അത് ഇത്രയും നല്ലൊരു അച്ഛന്റെ മകനല്ലേ. അത് മാത്രമല്ല സിനിമാറ്റോഗ്രഫി ആയാലും വളരെയധികം അർജുൻ പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നാണെങ്കിലും ഒലക്കൊണ്ട് അടിച്ച് വളർത്തണം എന്നുള്ള ശീലം ഒറ്റക്കുട്ടിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒന്നെന്ന് പറഞ്ഞിട്ട് താലോലിച്ച് വളർത്തിയിട്ട് എത്രയോ കുട്ടികൾ വഴിതെറ്റി പോയിട്ടുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആ റിഗ്രറ്റ് ഇല്ല. കാരണം ഈസ് എ വെരി വെൽ ഡിസിപ്ലിൻ, വെൽ മാനേർഡ് ആൻഡ് ഗീവ്സ് റെസ്പെക്ട് ടു ദ വുമൻ. അത് എല്ലാവരും ഇപ്പം സുച്ചിക്കൊക്കെ ഭയങ്കര കാര്യമാണ് അവന്. മോഹൻലാലിനെയാണ് അവൻ ജീവിതത്തിൽ ചെറിയമ്മ എന്ന് വിളിക്കുന്നത്, സുച്ചിരമാണ്. സുച്ചിരമയാണ്. അതുപോലെ സുച്ചിര കസിനുണ്ട്, അവളെ അതുപോലെ ചെറുപ്പാന്നാണ് വിളിക്കുന്നത്. അങ്ങനെ 3-5 അവരുടെ സ്വിച്ച് ചെയ്തിട്ടൊക്കെ ഏത് സമയത്ത് അർജുന് കോൺവേഴ്സ് ചെയ്യാം. അപ്പൂൻ്റെ കൂടെയാണ് പഠിച്ചത് ഊട്ടിയിൽ. അപ്പു എബ്രണിലായിരുന്നു, ഇവൻ ലൗഡയിലായിരുന്നു. അപ്പം സ്വിച്ച് പോകുന്ന സമയത്ത് ഇവനെ ലൗഡയിൽ നിന്ന് പൊക്കും. എന്നിട്ട് അവർ ഒരുമിച്ചിട്ടായിരിക്കും സാറ്റർഡേ സൺഡേസ്. ഞാൻ പോവുകയാണെങ്കിൽ ഞാൻ അപ്പൂനെ അവിടെ നിന്ന് പൊക്കും. അത്രയും ആത്മബന്ധമുണ്ടല്ലോ സാർ. പിന്നെ അപ്പൂനാണെങ്കിൽ അപ്പു നിങ്ങളെ കാണുന്നില്ല, ഒരു ഇന്റർവ്യൂ ടൈപ്പാണ്. കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഓക്കെ താങ്ക് യു. ഭയങ്കര സിംപ്ലിസിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണല്ലേ. അവന് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിലും അത് കാണിക്കാൻ അറിയില്ല. ആയിരങ്ങൾ ഓക്കെ 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 അതങ്ങനൊരു മായ എങ്ങനെ മായ എന്ന് പറഞ്ഞാൽ ഉണ്ടോ ഇവനാന്നല്ലോ. അവൻ്റെ ജീവിതം എല്ലാം കൂളാണ്, ഒരു ടെൻഷനും ഇല്ല. എന്ത് വന്നാലും ശരി ഇനി ഇത്രയും വലിയൊരു അച്ഛൻ്റെ മകനാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു മുത്തച്ഛൻ്റെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ ലൈൻ നോക്കി കഴിഞ്ഞാൽ അതും വലിയൊരു ലൈനാണ്. തീർച്ചയായും ബാലാജി അങ്കിളിൻ്റെ അതൊന്നും ആ കുട്ടിക്കില്ല. ഈസ് എ നോർമൽ പേഴ്സൺ. അതുകൊണ്ടാണ് നോബഡി ക്യാൻ ടേക്ക് ഹിം ഫോർ ഗ്രാൻഡ്. അവൻ അവൻ്റെതായിട്ടുള്ള സർക്കിളുണ്ട്, അവൻ്റെതായിട്ടുള്ള ലൈക്കിങ്സ് ഉണ്ട്, ഡിസ്ലൈക്കിങ്സ് ഉണ്ട്. അത് അവൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അപ്പൂനെ അറിയാതെ. തറോ ജെന്റിൽമാൻ ഞാൻ പറയാം. അങ്ങനെ പറയാം സാർ. ആക്ച്വലി അർജുൻ രവി സാറിൻ്റെ മകൻ ഇപ്പോൾ സിനിമാറ്റോഗ്രാഫറാണ്, നമുക്കറിയാം. ഇപ്പം ഓപ്പറേഷൻ രാഹത്ത് എന്ന് പറയുന്ന സാറിൻ്റെ അപ്കമിങ് പ്രോജക്റ്റ്, അതിൽ അച്ഛനും മകനും ഒരുമിച്ചാണ്. ഓപ്പറേഷൻ സിന്ദൂറാണ് സൈഡ് വെച്ചിട്ട് ആണല്ലേ സാർ. അപ്പോൾ ആ നെയിം എന്താണ് സാർ? രാഹത്തിൽ നിന്ന് അത് നമ്മൾ 2 വർഷം മുന്നേ ഒരു പൂജയൊക്കെ നടത്തിയതാണ്. പിന്നെ അതിൻ്റെയൊക്കെ ബഡ്ജറ്റൊക്കെ വേറെ ലെവലിലൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പം എനിക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു 230 കോടിക്കൊക്കെ ഒരു പടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ ഹാപ്പൻ മലയാളത്തിൽ. ഇനി അത് പാൻ ഇന്ത്യൻ ആക്കിയാലും എന്താക്കിയാലും ശരി, ഐ കാൻ ടേക്ക് ദാറ്റ് റിസ്ക് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനിതിൽ താല്പര്യമില്ല, വർക്കൗട്ട് ആവുന്നില്ല എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാനത് ഷൂട്ട് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് എനിക്കറിയാലോ ഇത് ഇത്ര പൈസ വരില്ല, പിന്നെ എന്തിനാണ് ഇത്രയും പൈസ വരുന്നത്, അതോ വരുമോ, അതോ ഈ പറഞ്ഞ പൈസയിനേക്കാൾ കൂടുതലാവുമോ, ഇതൊന്നും ഇല്ലാത്തപ്പോഴാണ്. എന്നിട്ടാണ് ചെറുതായിട്ട് ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞ് തുടങ്ങാൻ പ്ലാൻ ചെയ്തത്. ഇപ്പം എന്താണ് സാർ സ്റ്റാറ്റസ്? എന്താണ് ആ പ്രോജക്റ്റ് സ്റ്റാറ്റസ്? ഇപ്പം അതിങ്ങനെ നിൽക്കുന്നുണ്ട്. ലാലേട്ടൻ്റെ ഒരു യെസ് ഓർ നോ കിട്ടാൻ വേണ്ടി അത് പ്രൊഡ്യൂസേഴ്സായിട്ട് ഇപ്പം സംസാരിക്കുന്നുണ്ട്. അവർ സംസാരിക്കട്ടെ. ഞാൻ പറയാം ഇനി നിങ്ങളുടെ പഴയ എന്നെ കൊണ്ട് ഇതിൻ്റെ പിറകിൽ നടക്കാൻ വയ്യ. കാരണം ഞാനിപ്പം എൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പം എനിക്ക് ഈ വർഷത്തിൽ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ളത്, എൻ്റെ കഴിഞ്ഞ വർഷത്തിൽ ഒരു 540ഓളം കുട്ടികൾ പട്ടാളത്തിൻ്റെ യൂണിഫോം ഇട്ടിട്ടുണ്ട് എൻ്റെ അക്കാഡമിയിൽ. അതിൽ ആൺകുട്ടികളും പെൺകുട്ടികളും. നിങ്ങൾ എൻ്റെ മേജർ സർവീസ് അക്കാഡമിയിലത്തെ പെൺകുട്ടികളൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ യു ക്യാൻ മേക്ക് ഔട്ട് വെദർ ഇറ്റ് ഈസ് എ ബോയ് ഓർ എ ഗേൾ. ആ സ്മാർട്ട്നെസ്സിലായിരിക്കും ഇവർ വരുന്നത്. സർ, വിത്ത് ഓൾ റെസ്പെക്ട്, ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു സംതിങ് സർ. Sir, very recently, you were at the center of some public controversies regarding the movie Picket 43.
സർ അപ്പം ആക്ച്വലി സർ കീർത്തിചക്രയും അല്ലെങ്കിൽ കുരുക്ഷേത്ര കാണ്ഡഹാർ ഇതൊക്കെ ചെയ്ത് സർ ഒരു അടിപൊളി ഡയറക്ടറാണെന്ന് പ്രൂവ് ചെയ്ത ആളാണ് മേജർ രവി സർ. അപ്പം അങ്ങനെ ഒരു സാറിനെ കുറിച്ച് പിക്കറ്റ് 43 സംബന്ധിച്ച് സാറല്ല ആ ഒരു പ്രോജക്റ്റ് ഡയറക്റ്റ് ചെയ്തത് എന്നുള്ള റൂമർ കേൾക്കുമ്പോൾ ഞങ്ങളെപ്പോലുള്ളവർക്ക് അതൊരു വിഷമമാണ് അങ്ങനെ കേൾക്കുമ്പോൾ. ശരിക്കും അതിൻ്റെ ഒരു സത്യാവസ്ഥ എന്താണ് സർ? സത്യാവസ്ഥ അയാൾ പറഞ്ഞിട്ടുള്ള ആ രണ്ടുപേരാണ്. കീർച്ചക്രയിലും ഡയറക്ഷൻ ഉണ്ടായിരുന്നു, മിഷൻ 90 അവർ രണ്ടുപേർ തന്നെയാണ് ഡയറക്റ്റ് ചെയ്ത്, കർമ്മയോധിയും കാന്താറും എല്ലാം. പക്ഷെ നിങ്ങളവരെ കണ്ടില്ല. അവരെൻ്റെ ലൊക്കേഷൻ വന്നിട്ട് അവർ ഷൂട്ട് ചെയ്തിട്ട് പോയതാണ്. പേര് മാത്രമേ എൻ്റെ വെച്ചുള്ളൂ. മതിയല്ലോ, എന്ത് പറയാനോ അതിലൊക്കെ. നമ്മൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല സാർ. കാരണം സാറ് കയ്യൊപ്പ് ഒരു സംവിധായകൻ എന്ന നിലയിൽ കയ്യൊപ്പ് പതിപ്പിച്ച ഒരു വ്യക്തിയാണ്. സോ ഒരിക്കലും ഒരാൾക്കും ഒന്നും എടുത്തെറിയാനില്ലെങ്കിൽ എന്തെങ്കിലും പറയുക. അത് അപ്പോൾ ആ ആളെക്കുറിച്ച് ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. ബിക്കോസ് എൻ്റെ അടുത്ത് അതിൻ്റെ പേരിൽ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്, സാർ ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഒന്നും ഉത്തരം കൊടുക്കാനൊന്നും നിൽക്കരുത്, സാർ എവിടെ നിൽക്കുന്നു. അപ്പം ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഓരോരുത്തർ പറയണമെങ്കിൽ അവരല്ലേ ഇപ്പോൾ എൻ്റെ പേര് ഓൾറെഡി സമൂഹത്തിലുണ്ട്. ഒന്നും അറിയാത്ത ചിലർക്ക് എൻ്റെ പേരിൽ കൂടെ ടച്ച് ചെയ്തിട്ട് വേണം അവരുടെ പേരുണ്ടാക്കാൻ. ഉണ്ടായിക്കോട്ടെ. അല്ലെങ്കിൽ ഐ ജസ്റ്റ് ട്രീറ്റ് ഇറ്റ് ആസ് ലൈക്ക് ഒരു ത്രോയിങ് എ സ്റ്റോൺ അറ്റ് ദ ലംബ് ഓഫ് ഷിറ്റ് എന്നുള്ളതാണ് ആ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ മക്ക് വിൽ കം ഓൺ ടു യു. സോ ഇറ്റ് ഈസ് ബെറ്റർ നോട്ട് ടു ടോക്ക് എനിത്തിങ് അബൌട്ട് ദാറ്റ്. പടത്തിനെ കുറിച്ച് എന്തോ പറയുന്നത് എനിക്കറിയില്ല, എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനത് കഴിഞ്ഞിട്ടും പടങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇവർ തന്നെയാണ് വന്ന് ചെയ്തിരിക്കുന്നത്. അവൻ പറഞ്ഞിട്ടുള്ള ആ രണ്ടുപേരും വന്ന് ഷൂട്ട് ചെയ്തിട്ട് തന്നിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ എന്ത് പറയുന്നു. പക്ഷേ സോ അത് എനിക്കതല്ല പറഞ്ഞത്. ഈ ചില ആളുകളെ കുറിച്ച് എന്തെങ്കിലും പറയണമെങ്കിൽ നീ ഒന്ന് റിലവൻ്റ് ആയിട്ട് എന്തെങ്കിലും പറ, പ്രൂവ് ചെയ്യാൻ പറ്റുമോ. അത് 30 ലക്ഷത്തിൻ്റെ ഞാൻ പേയ്മെന്റ് ചെയ്തു എന്നടക്കം പറഞ്ഞിരിക്കും. ആ കേസ് കിടക്കുന്നത് സ്റ്റേയിലാണ്. കാരണം അത് അവർക്കും അറിയാം. ഈ ഇതിൻ്റെ വിധി വന്നിട്ട് ഒരു മാസത്തോളം ഈ കക്ഷി എൻ്റെ പ്രൊഡ്യൂസറെ വിളിച്ചിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞു. 1 മന്തോളം ഇതിൻ്റെ കോർട്ട് ഓർഡർ വരുന്നതിന് മുന്നേ. അപ്പോൾ അവനറിയാം കോർട്ട് ഓർഡർ വന്നിട്ടുണ്ടെന്നല്ലോ. പക്ഷേ ഇത് പബ്ലിക്കായിട്ട് വരുന്നവരേക്ക് ഇവൻ ബാർഗെയിനിങ് നടത്തി നമുക്കിത് കോംപ്രമൈസ് ചെയ്തുകൂടെ. ഒരു 5 ലക്ഷമെങ്കിലും തന്നത് എന്തിനാത്? അപ്പം തനിക്കറിയാം 30 കിട്ടില്ല എന്നുള്ളത്, തൻ്റെ കേസ് നിൽക്കില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഇവനെ എൻ്റെ പ്രൊഡ്യൂസറിനെ വിളിച്ചോണ്ട്, എന്നെ വിളിക്കില്ല, പ്രൊഡ്യൂസർ വിളിച്ചിട്ട് സാറേ അവൻ വിളിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ പറയാം നീ വിട്ടിട്ട് പോ, നീ അത് വിട്, അപ്പം തന്നെ മനസ്സിലായില്ലേന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ പൈസ കെട്ടിവെച്ചിട്ടുണ്ട്. ഞങ്ങൾ കെട്ടിവെച്ചിരിക്കുന്ന 3 ലക്ഷം രൂപ കെട്ടി വെച്ചിട്ടുണ്ട്. ഈ 30 ലക്ഷം പറഞ്ഞില്ല, കെട്ടിവെച്ച് കേസ് ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയാലും ശരി 5 പൈസ ഈ വ്യക്തി കിട്ടില്ല. കാരണം എൻ്റെ വീട്ടിൽ വന്നിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത കൈയക്ഷത്തിൽ അതാ ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞ് നിങ്ങൾ ആ ഫസ്റ്റ് പേജ് വായിച്ചു കഴിഞ്ഞാൽ ഇത് കർമ്മയോധ അല്ല. കാരണം ഫസ്റ്റ് ഡ്രാഫ്റ്റിനകത്ത് എന്തോ ആയിരുന്നു. പക്ഷെ പിന്നീടാണ് ഞാൻ ഒരു സ്ഥലത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മുരുകൻ കാട്ടാക്കാടറെ ഒരു പാട്ട് കേട്ടു, എല്ലാവർക്കും തിമിരം കന്നഡകൾ വേണമെന്നുള്ള പാട്ട്. ഇത് കേൾക്കുന്നു. അത് എൻ്റെ യൂണിറ്റിലൊരു പയ്യൻ പാടിയതാണ്. അപ്പം ഞാൻ അവിടെ അന്ന് അവിടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഈ യൂണിറ്റിലൊരു പയ്യൻ വന്നിരുന്നിട്ട് സാറേ പാട്ടെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ കോവളത്ത് പാട്ട് കേട്ടു. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഇതിന് ടൈറ്റിലിന് നമുക്ക് ഈ പാട്ടിട്ട് കൊടുക്കാം, എല്ലാവർക്കും തിമിരം കന്നഡകൾ വേണം എന്നുള്ള പാട്ട്. അപ്പം ഞാൻ മുരുകനെ വിളിച്ചു, മുരുകൻ എനിക്ക് ഈ പാട്ട് വേണം, നീ തന്നെ പാടി അഭിനയിക്കണം എന്നും പറഞ്ഞു. ഇതൊന്നും ഈ സ്ക്രിപ്റ്റിലില്ല. സോ ഇതൊന്നും അറിയാത്തവരിപ്പം മേജർ രവിയുടെ മുകളിൽ കല്ലെടുത്തെറിയണം എന്നുണ്ടെങ്കിൽ മേജർ രവി നല്ലപോലെ വളർന്നിരിക്കുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ അഹങ്കാരമൊന്നുമില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. നിങ്ങൾ എന്നെ എവിടെ വേണമെങ്കിലും ചളിവാരത്തേക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു, എനിക്കറിയാം ഞാൻ എന്താണെന്നുള്ളത്, എൻ്റെ കോൺഫിഡൻസ് എന്താണെന്നുള്ളത് എനിക്കറിയാം. പിന്നെ നീയൊന്നും മേജർ രവിക്ക് വിലയിടാനായിട്ടില്ല. ഞാനിപ്പോൾ ഇലക്ഷൻ നിന്നതാണ്. എൻ്റെ അടുത്ത് പാർട്ടി പറഞ്ഞു നിന്നു. എവിടെയാണ് ഞാൻ പോയി നിന്നിരിക്കുന്നത്? 25,000 വോട്ട് കിട്ടിയിരിക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ അവിടെ പോയി നിൽക്കുന്നത്. അവിടെ ഞാൻ 17 ദിവസത്തിന്റെ ക്യാമ്പയിനുള്ളിൽ ഞാനത് 43,000 വോട്ടാക്കിയിട്ട് മാറ്റിയിട്ടുണ്ടെങ്കിൽ മേജർ രവി എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു കഴിവ് തന്നെയാണ് അത്. ശരിക്കും പൊട്ടൻഷ്യൽ അവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ ഞാൻ ഇവന്മാരോടൊക്കെ ചോദിക്കുന്നത്, ഈ കിടന്ന് ബ്ലാബ്ലാബ്ല അടിക്കുന്നവൻ, നിങ്ങളൊക്കെ ഏതെങ്കിലും ഒരു സ്കൂളിൽ നിങ്ങളെ ഒരു മോട്ടിവേഷണൽ ടോക്കിന് വേണ്ടി നിങ്ങളെ വിളിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു സദസ്സിൽ നിങ്ങളെ വിളിക്കാറുണ്ടോ? എൻ്റെ എവിടെ നോക്കിക്കഴിഞ്ഞാൽ കോളേജിലും ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഇപ്പം സംസ്കാരൻ്റെ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ
if the people are calling me to motivate the children, that means I got a quality. യെസ് ഓഫ് കോഴ്സ് സർ. ഞാൻ ഡ്രഗ് അടിച്ച് നടക്കുന്നവനല്ല, ഞാൻ കള്ളുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല. സിഗരറ്റ് പണ്ട് വലിച്ചിരുന്നു. പിന്നെ ഒരു ടൈമിൽ നമ്മൾ റിയലൈസ് ചെയ്തു നോ. കാരണം പബ്ലിക്കിൻ്റെ മുന്നിൽ ഞാൻ കുട്ടികളുടെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ പ്യൂറായിരിക്കണം. അപ്പോൾ ഈ കുട്ടികളെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ലഹരി എന്ന് പറയുമ്പോൾ സിഗരറ്റും ലഹരിയാണ്. അപ്പോൾ അതുപോലും ഞാൻ 6 വർഷം മുന്നേ വിട്ടിട്ട് ഇന്നെനിക്ക് എല്ലാ രീതിയിലും കുട്ടികളോട് സംസാരിക്കാം. കള്ളുടിക്കില്ല. അത് ഞാൻ എക്സാമ്പിൾ പറയുന്നത് എന്താണ്, 1996 ജനുവരി മാസത്തിൽ ഞാൻ സർവീസ് ചെയ്തിരുന്നത് ദ്രാസ് കാർഗിലാണ്. അപ്പോൾ കാർഗിൽ നിന്ന് ദ്രാസ് വരെ വരാന്ന് 60 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതൊക്കെ എൻ്റെ ജൂറിസ്ഡിക്ഷനാണ്, മിലിറ്ററി ഇൻ്റലിജൻസിന്. അപ്പോൾ ഞാൻ വണ്ടി എടുത്തിട്ട് ഇവിടെ വരാറുണ്ട്, പോകാറുണ്ട്, ഇവിടെ താമസിക്കാറുണ്ട്. പിന്നെ പിറ്റത്തെ വർഷത്തിലാണ് നമ്മൾ ഒരു ബോർഡ് അവിടെ കാണുന്നത്. ഒരു നീല ബോർഡിൽ വൈറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്, ലോകത്തിലെ 2ാമത്തെ മനുഷ്യവാസമുള്ള ഏറ്റവും തണുപ്പ് കൂടിയ സ്ഥലം എന്നും പറഞ്ഞിട്ട് റെക്കോർഡഡ് തണുപ്പ് -65 ഓൺ 24th of January or 14th of January 1996 എന്ന്. ഞാൻ പറഞ്ഞു ഈ സമയത്ത് ഞാനിവിടെ ഉണ്ടല്ലോ. ഈ -65 ഞാൻ കള്ളുടിക്കാതെ എനിക്ക് എൻ്റെ ശരീരത്തിനെ കാത്തു സൂക്ഷിക്കാമെങ്കിൽ ഈ കള്ളെന്ന് പറയുന്നത് വെറുതെ അല്ലേ ഇത് പറയുന്നത്, കള്ളു കുടിച്ചാൽ നിങ്ങളുടെ ശരീരം ചൂടാവുമെന്ന് പറയുന്നത്. അല്ല മക്കളെ, കള്ളു കുടിച്ചാൽ നിങ്ങളുടെ ബോധം പോവും. ഇതാണ് പ്രശ്നം. പിന്നെ നിങ്ങളല്ലാതെയാവാണ്. എന്നിട്ട് നിങ്ങൾക്ക് തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. ബോധം പോയാൽ നിങ്ങൾക്ക് ഒന്നും ഫീൽ ചെയ്യില്ലല്ലോ. അതേ ഉള്ളൂ, നിങ്ങളുടെ ശരീരം പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ബ്രെയിൻ ഡൗൺ ആവുകയാണ്. ശാരീരികമായിട്ട് നിങ്ങൾ ഒരു ഹൈപ്പിലേക്കാണ് കയറി. ഇത് ഡ്രഗ് അടിച്ച പോലെ തന്നെയാണ്, ഒരു സെമി ഡ്രഗാണത്. അവിടെ ഫുൾ ഹൈപ്പിലേക്കാണ് കയറി. അപ്പോഴത്തേക്കാണ് പിന്നെ നിങ്ങൾ താഴുമ്പോഴത്തേക്കും നിങ്ങളുടെ മെറ്റബോളിസം മുഴുവൻ ഇംബാലൻസ് ആയി. 10 വർഷം ജീവിക്കേണ്ടവൻ വെറും 2 വർഷത്തിലോ 2 മാസത്തിലോ തീർന്നു പോകും. ഒരു പെൺകുട്ടി ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് ആ കുട്ടീനെ ഞാൻ കണ്ട് 17 വയസ്സിൽ ഞാൻ ഷെയ്ക്കാൻ കൊടുത്ത സമയത്ത് കൈ പിടിച്ച് ഞാൻ പിറകിലോട്ട് വലിച്ചു. കാരണം പെട്ടെന്നാണ് എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റില്ല. കൈ പിടിച്ചപ്പം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൈ ഇങ്ങനെ പിടിച്ചപ്പോൾ അവളിങ്ങനെ കണ്ണീരോടുകൂടി കൈ തന്നു. ഞാൻ കൈ പിടിച്ച് ഞാൻ പറഞ്ഞു, എന്നിട്ട് പിന്നെ ഞാൻ ആ കൈ എടുത്തിട്ട് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ ഈ ടിപ്പ് മുഴുവൻ റബ്ബർ ഗ്ലൗസിൽ വെള്ളം ഒഴിച്ച പോലുള്ളൊരു ഫീലായിരുന്നു. ആ എല്ലെല്ലാം ദ്രമിച്ചു പോയിരിക്കുന്നു. ഈ 3 വർഷത്തിൽ ഈ പെൺകുട്ടിയുടെ എല്ല് ബിക്കോസ് ഓഫ് ദിസ് മാരകമായിട്ടുള്ള ഈ MDMA പോലുള്ള സാധനങ്ങൾ അടിച്ച് കയറ്റി മൂക്ക് കൂടിയും കണ്ടടത്ത് കൂടെ എല്ലാം വലിച്ചു കയറ്റിയിട്ട് അങ്ങനെ പോയിരിക്കുന്നു. ആ കുട്ടിയുടെ ജീവിതം അവൾക്ക് മനസ്സിലായി. ഇനി ഹാർഡ്ലി എനി ടൈം. ഇപ്പം ആ കുട്ടി ജീവനോടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. 2 വർഷം മുന്നേ നടന്ന സംഭവമാണത്. സോ ഇതെല്ലാം ഞാൻ കുട്ടികളോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഡ്രഗ്സ് എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിന്, നമ്മുടെ അയൽ രാജ്യങ്ങൾ പോലും നമ്മുടെ രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള മിസൈലുകളാണത്. ചെറുപ്പക്കാരെ നശിപ്പിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിൻ്റെ സ്ട്രെങ്ത് കുറയും. അപ്പം അതിന് ഈ ചെറുപ്പക്കാരെ എങ്ങനെ ഇല്ലാതാക്കുക, ഇത് ഇവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ ഞാൻ പിള്ളേരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ക്ലാസ്സൊക്കെ ചോദിക്കും, നിങ്ങൾ എത്ര പേര്, നിങ്ങളൊക്കെ സയൻസ് പഠിക്കുന്ന ആൾക്കാരാണ്, എത്ര പേര് ഞാൻ കുറച്ച് സയനൈഡ് ഫ്രീ ആയിട്ട് തരാം, ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമോ നോക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നോ സാർ. അതെന്തേ മരിച്ചു പോകും സാർ. അതെങ്ങനെ? അതങ്ങനെ സയൻറ്റിസ്റ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കി 2 പ്രാവശ്യം 2 സയൻറ്റിസ്റ്റുമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ എഴുതിയത് ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് S എന്ന് എഴുതിപ്പോയി. അപ്പോൾ ഇപ്പോഴും അറിയില്ല അത് ഷുഗർ ആണോ സോൾട്ട് ആണോ എന്നുള്ളത്. ഇതൊക്കെ പിള്ളേർക്ക് അറിയാം. അപ്പം ഞാൻ ചോദിച്ചു, മക്കളെ ഇതേ സയനൈഡാണ് നിങ്ങൾക്ക് ലോവർ ഡോസിൽ ഈ ഡ്രഗായിട്ട് തരുന്നത്, ഈ പൊടിയായിട്ട്. ഇത് വിൽക്കുന്ന അച്ഛനമ്മയ്ക്കും പിറക്കാത്തതായിട്ടുള്ള കുറേ വർഗ്ഗങ്ങളുണ്ട് ഈ സമൂഹത്തിൽ. കോടീശ്വരന്മാരാണ്, അവന് മന്ത്രി അറിയാം, പോലീസിൻ്റെ വലിയ ആൾക്കാരെ അറിയാം. പക്ഷെ അവൻ വിൽക്കുന്ന ഈ സാധനമാണ്. ഈ സാധനം വിറ്റ് എന്തെങ്കിലും ഇവൻ പിടിക്കപ്പെടും. എൻ്റെ അടുത്ത് ഒരു ബ്രാഹ്മണൻ പറഞ്ഞിട്ടുണ്ട്, സാറേ ബ്രാഹ്മണ ശാപം ഉണ്ടാവും ഇവന്, കാരണം എൻ്റെ 2 മക്കളെ ട്രാഫിക്കേഴ്സായിട്ട് ഇവൻ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പറയുന്ന സമയത്ത് നമുക്കറിയാം ഒരു മനുഷ്യനെ എങ്ങനെ ഈ സമൂഹം ഇങ്ങനെ ആക്കിവിടുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് മനുഷ്യത്വം ഉണ്ടെങ്കിലേ നിങ്ങൾ മനുഷ്യന്മാരെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതില്ലാത്തവർക്ക് ഇത് വിൽക്കാം, നിങ്ങൾക്ക് എന്തും വിറ്റിട്ട് കാശുണ്ടാക്കാം. അത് ഡ്രഗാണെങ്കിലും ശരി, കള്ളാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നിങ്ങൾക്ക് കാശുണ്ടാക്കുക മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാം. പക്ഷെ നമുക്ക്, ഞാൻ മദ്യപിക്കാത്ത വ്യക്തിയാണ്, അപ്പം എനിക്കിത് പറയാൻ പറ്റും. ഇതിനൊന്നും ആവശ്യമില്ല. ഇവിടെ മൂന്നാറിൽ പോകുമ്പോഴത്തേക്കും പിള്ളേർ മച്ചാ ഒരു ബോട്ടിൽ കൊണ്ടുപോകണം കേട്ടോ, അവിടെ തണുപ്പാണ്. നമ്മൾ എന്തിനാന്ന് ചോദിക്കും. ഇവർ കുട്ടികള് സൊസൈറ്റി അത്രത്തോളം മാറിക്കഴിഞ്ഞു, അങ്ങനെ ആയിരിക്കുന്നു. ബിക്കോസ് അവർക്കറിയില്ല ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്.
അപ്പം ആ കുട്ടികളെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. പക്ഷെ ഒരു ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ പലരെയും രക്ഷിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലും ആയി പോകും. പക്ഷെ അപ്പോഴായിരിക്കും അവർ റിയലൈസ് ചെയ്യുന്നത് അല്ലേ? കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബോധവൽക്കരണം എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അതെ അതെ അതെ. ഇപ്പോൾ ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തല അദ്ദേഹം ഡ്രൈവൊക്കെ നന്നായി നടത്തുന്നുണ്ട്. പക്ഷെ അദ്ദേഹം കറക്റ്റ് ടാർഗറ്റിലേക്ക് എത്തുന്നില്ല. ഇതിന് ഞാൻ എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഞാൻ വിത്ത് പ്രൂഫോട് കൂടിയിട്ടേക്കാൻ ചെല്ലുന്നത് എന്നെ ചേട്ടൻ പിടിക്കുന്നത്. കാരണം നിങ്ങൾ പിഴുതെറിയേണ്ടത് ആ വേരോട് കൂടിയിട്ടാണ്. നിങ്ങൾ മോളിന്ന് കട്ട് ചെയ്താൽ അത് പിന്നെയും കിളുത്ത് വന്നുകൊണ്ടിരിക്കും. അതെ അതെ, തീർച്ചയായും തീർച്ചയായും. അപ്പം അത് ഏതായാലും ഹീസ് ഡൂയിങ് എ ഗുഡ് ജോബ്. ആ ഡ്രൈവിനകത്ത് ഞങ്ങളിപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ക്യാമ്പയിനിങ് ഉണ്ട്. പ്ലസ് വിശ്വശാന്തിക്ക് വേണ്ടി മോഹൻലാലിൻ്റെ വിശ്വശാന്തിക്ക് വേണ്ടി അതിൻ്റെയും ബി എ ഹീറോ എന്നുള്ള പ്രോഗ്രാം ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതിൽ ഞാൻ തന്നെയാണ് മാനേജിംഗ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ഏതൊരു മിലിറ്ററിക്കാരനായാലും അങ്ങനെ തന്നെയാണല്ലോ അല്ലേ സർ? അവരുടെ ഒരു ധർമ്മം അല്ലേ? ഞങ്ങൾ അങ്ങനെ ഒരു ബോണ്ടിങ് ഉള്ള ആളുകളാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പട്ടാളക്കാരെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ വേണമെങ്കിൽ എന്നെ കുക്കെന്ന് വിളിക്കാം, അല്ലെങ്കിൽ വേറെ എന്ത് വിളിക്കാം. ശരി, ചിലർ ഇങ്ങനെ ആക്ച്വലി രവി സാർ പട്ടാളത്തിലെ കുക്കാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അവനറിയില്ല ഈ കുക്കെന്ന് പറയുന്നത് മേജർ റാങ്ക് ഒന്നുമില്ല. അപ്പൊ അതല്ലേ പറഞ്ഞു ഷാലോ നോളേജ് അല്ലെങ്കിൽ empty vessels make lot of noise എന്ന് പറയില്ല. ഒരു ട്രെയിൻ പോകുന്ന സമയത്ത് ഏറ്റവും അധികം ശബ്ദം ഉണ്ടാക്കുന്ന empty vessel ആണ്. എന്നെ അറിയുന്നവർക്കറിയാം നമ്മളാണ് ഈ കഥ എഴുതുന്നത്. കീർച്ചക്ര പോലുള്ളൊരു കഥ പോലും പലരും ക്ലെയിം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അവരുടെ വിഡ്ഢിത്തരം. മിഷൻ 90 ഡേയ്സ് എങ്ങനെയാണ് അവർക്ക് എഴുതാൻ പറ്റുന്നത്? റിയൽ ലൈഫ് എക്സ്പീരിയൻസ്. അപ്പൊ ഇതുപോലും ഞാൻ പറഞ്ഞില്ല. ഇതും എൻ്റെ 2 പിള്ളേരെ വേറെ വെച്ചിട്ടാണ് ഞാൻ എഴുതിച്ചിരിക്കുന്നത്. അവരുടെ പേരുണ്ട് പടത്തിനകത്ത് ഈ കർമ്മയോദ്ധയ്ക്ക്. അപ്പൊ ഇങ്ങനെ ഒരുത്തം വന്ന് കട്ടിട്ട് അവിടുന്ന് പോയിട്ട് അപ്പുറത്ത് പോയിരുന്നുകൊണ്ട് ഈ 11 വർഷം വരെ എന്തേ വേറൊരു കഥ എഴുതാഞ്ഞ്? അതാരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് മുന്നേ എന്തേ ഉണ്ടാക്കിയത്? ഐ വി ശശിയുടെ പോലും ഒരു കഥേനെ ഇവനെ എടുത്ത് ഇവന്റെ പേരാക്കിയിട്ട് ഐ വി ശശിയും ഉണ്ടാതിരുന്നിട്ടാണ് സീമ ചേച്ചിക്ക് അറിയാതല്ല. ആ വ്യക്തിയാണ് ഇപ്പൊ ഇതുമായിട്ട് വന്നിരിക്കുന്നത്. ജനറലി ഹി ഗോട്ട് ലോട്ട് ഓഫ് കേസസ് അഗൈൻസ്റ്റ് ഹിം. ഫൈൻ, ഇതൊന്നും നമുക്ക് കോടതിയിലാണെങ്കിൽ കോടതിയിൽ നോക്കാം. പക്ഷെ അതിനെ വേണ്ടിയിട്ട് തിരക്കഥ കട്ടില് കള്ളനല്ല, ഇത് പറയാൻ പറ്റുന്ന ഒരു സുഖമാണ് അല്ലേ?